ചരിത്രപ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിന് തുടക്കമായി കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട്, കൽക്കുളം താലൂക്കുകളിലെ 70 കിലോമീറ്റർ ചുറ്റളവിലുള്ള 12 ശിവക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതാണ് ശിവാലയ ഓട്ടം. കുഴുത്തുറ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് തിരുനട്ടാലം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടുകൂടി ശിവാലയ ഓട്ടം സമാപിക്കും. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഭക്തർ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി മുഞ്ചിറ തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയോട്ടം അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് എന്നുള്ളതാണ്. ഇന്നാണ് ശിവാലയ ഓട്ടത്തിന് തുടക്കമാകുന്നത്. ഇതേ തുടർന്ന് നാളെ ശിവരാത്രി നമ്മൾ ആഘോഷിക്കും, ആചരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്? ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് തിരക്ക്? രാഖി, ശിവാലയോട്ടത്തിലേക്ക് ഭക്തർ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ദേശാന്തരങ്ങളിൽ നിന്നുമെല്ലാം ഭക്തരെത്തുന്നത് നമ്മൾ കാണിച്ചിരുന്നു. ഞാൻ നിൽക്കുന്നത് തിരുമല മാർത്താണ്ഡത്തിന് സമീപം കുഴുത്തറയിലുള്ള തിരുമല മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെയാണ് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ആരംഭം. അതായത് ശിവാലയ ഓട്ടം ആരംഭിക്കുന്ന ഒന്നാമത്തെ ക്ഷേത്രം ഇവിടെയാണ്. ഇവിടെ നിന്നാണ് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ബാക്കിയുള്ള 12 ക്ഷേത്രങ്ങൾ, ആ 11 ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നും കുളിച്ച് വ്രതശക്തിയോടെ എത്തി കുളിച്ച് ദർശനം നടത്തിയ ശേഷമാണ് ശിവാലയ ഓട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങൾ, ആ 12 ശിവക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തുന്നത്. ഏകദേശം 70 കിലോമീറ്ററിലധികം ദൂരം പരിധിയിൽ വരുന്ന 12 ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ ശിവാലയ ഓട്ടം സംഘടിപ്പിക്കുകയും അവിടെ നിന്ന് ഇങ്ങനെ ഭക്തരെത്തുന്നത്. അതായത് ഈ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭം കുറിക്കും. അതോടൊപ്പം തന്നെ തിരുക്കുറിച്ചി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാക്കം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടേക്കാട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നിങ്ങനെയാണ് 12 ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ തിരുനട്ടാലം ക്ഷേത്രത്തിലെത്തി അവിടെ വെച്ചാണ് ഈ യാത്ര, അതായത് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് ഓരോ ഭക്തരിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തിപൂർവമായ ഒരു അനുഭൂതിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ, ഇവിടെ കാണാനും അനുഭവിക്കാനും കഴിയുന്നത്. അനവരതം ഇങ്ങനെ മന്ത്രോച്ചാരണങ്ങളും നാമജപങ്ങളും ഒക്കെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നടക്കം ആണ് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ശിവാലയ ഓട്ടത്തിലേക്ക് പങ്കെടുക്കുവാനായിട്ട് ഭക്തർ കൂട്ടമായിട്ട് എത്തുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ ക്ഷേത്രാങ്കണം നിറയെ ശിവാലയ ഓട്ടത്തിലെത്തുന്ന ഭക്തരെ കൊണ്ട് നിറയും. ഒരു രാത്രിയും ഒരു പകലും എടുത്താണ് ഈ ശിവാലയ ഓട്ടം പൂർത്തീകരിക്കുന്നത്. ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ കുളിച്ച് അയ്യറിനണിഞ്ഞുകൊണ്ടാണ് ദർശനം നടത്തുന്നത്. അങ്ങനെ നടന്നു മോടിയും കൊണ്ടാണ് ദർശനം പൂർത്തീകരിക്കുന്നത് ഈ 12 ക്ഷേത്രങ്ങളിലെയും. ശിവരാത്രിയോടനുബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓടിയെത്തുന്ന ഭക്തർക്കായി ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ അവിടേക്ക് ആ ഭക്തർക്കായിട്ടുള്ള പാനകങ്ങളും ഫ്രൂട്ട്സും അങ്ങനെ പഴവർഗ്ഗങ്ങളെല്ലാം ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആളുകളുടെ നിയന്ത്രണം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂട്ടമായിട്ട് ആളുകളൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കുവാനുള്ള പോലീസിൻ്റെ ഒരു വിന്യാസം ചെയ്തിട്ടുണ്ട്. 700-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി തന്നെ ഈ ഒരു ശിവാലയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ യാത്ര നടക്കുകയും ചെയ്യുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ശിവാലയോട്ടം എന്ന് പറഞ്ഞാൽ അതിപ്രശസ്തമായിട്ടുള്ളൊരു യാത്ര, ഭക്തിപൂർവമായിട്ടുള്ള യാത്ര. കൂട്ടമായിട്ട് ഓരോ ഭക്തർ ഇവിടേക്ക് എത്തുകയും അവിടെ നിന്നും കുളിച്ചു തൊഴുത് ഈ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. അങ്ങനെ മനസ്സും ശരീരവും എല്ലാം മുഴുവൻ ഭക്തിയിൽ ലയിച്ചുകൊണ്ട്, ശിവഭക്തിയിൽ ലയിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന, അതായത് ഒരു രാത്രിയും പകലും കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു യാത്രാ രീതിയാണ് ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായ ഒരു ആചാരമാണ്. തെക്കൻ തിരുവിതാംകൂറിലേക്ക് വരികയാണെങ്കിൽ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തുമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ആചാരത്തെ അടുത്തറിയുന്നതും വളരെ ഭക്തിപൂർവ്വം ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഓരോ ശിവാലയ ഓട്ടം കഴിയുന്തോറും പിറ്റേ വർഷത്തേക്ക് എത്തുവാൻ കൂടുതൽ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘമായിട്ട് വരുന്നവരും ഇവിടെയുണ്ട്. എന്തായാലും ശിവാലയോട്ടത്തിലേക്ക് പങ്കെടുക്കാനുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ക്ഷേത്രാങ്കണം നിറയെ ഭക്തരെ കൊണ്ട് നിറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും കർശനമായിട്ടുള്ള സുരക്ഷയും നിയന്ത്രണങ്ങളും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. രാഖി, ശരി പ്രശാന്ത്, എന്തായാലും ശിവാലയ ഓട്ടത്തോടനുബന്ധിച്ചുള്ള ശിവാലയ
ശിവാലയ ഓട്ടത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ശിവാലയ ഓട്ടത്തിന് ഇന്ന് തുടക്കമായിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ ക്ഷേത്രങ്ങളിലെത്തി പ്രശാന്ത് അവിടെയുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറിൽ ഇതിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പ്രതീക്ഷിക്കാം.